പത്തനംതിട്ട കോന്നിയിൽ വനം വകുപ്പിന്റെ തേക്ക് തടികൾ വാങ്ങാനെത്തുന്നത് നിരവധി പേരാണ്. 60 വർഷം പഴക്കമുള്ള തേക്ക് തടികൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് വാങ്ങാനുള്ള ചില്ലറ വിൽപ്പന സൗകര്യവും ഇവിടെയുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർ പറയുന്നത് നിലമ്പൂർ തേക്കുകളേക്കാൾ മികച്ചത് കോന്നിയിലേത് തന്നെ എന്നാണ്. സാധാരണ തേക്ക് തടികളല്ല, 60 വർഷത്തിനു ശേഷം മുറിച്ച ഉന്നത നിലവാരമുള്ള തടികളാണിത്. 2B, 3B എന്നീ തടികൾ പൊതുജനങ്ങൾക്കായും വിൽപ്പനയ്ക്കുണ്ട്. വിദഗ്ധ സംഘം പരിശോധിച്ചാണ് ഇവയ്ക്ക് വിലയിടുക. നമുക്കിവിടെ ഒരു 60-70 വർഷത്തോളം പഴക്കമുള്ള തടികളാണ്, തേക്ക് തടികളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പുറത്തുനിന്ന് തമിഴ്നാട്, കർണാടക അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ലേലത്തിൽ തടി പിടിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ നമുക്കാണെന്നുണ്ടെങ്കിൽ 8 മീറ്റർ തടി വരെ നാട്ടിലുള്ളവർക്ക് വീട് വയ്ക്കുന്ന ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ ലേലത്തിൽ പങ്കെടുത്ത് നമുക്കത് തടി കൊണ്ടുപോകാൻ പറ്റും. അതൊരു ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് വന്ന് ലേലത്തിൽ പങ്കെടുക്കുന്നതിന്. അത് നമുക്ക് ഇവിടെ ഡിപ്പോയിൽ വന്നു കഴിഞ്ഞാലും നമുക്കതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതര ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും ആളുകൾ തേക്ക് തടി വാങ്ങാൻ ഇവിടെ എത്താറുണ്ട്. നിലമ്പൂരിലുള്ളതിനേക്കാൾ മികച്ച തടിയാണ് കോന്നിയിലേതെന്നാണ് പലരുടെയും അഭിപ്രായം. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കാതൽ കൂടുതലുണ്ട്, എണ്ണത്തേക്കാണ്, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പല ഡിപ്പോയിലെ തടികൾക്കും പല വ്യത്യാസമുണ്ട്. നിലമ്പൂർ തേക്കാണ് നമ്മളെ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതായിട്ട് പോകുന്നത്. പക്ഷേ അതിനെക്കാട്ടി നല്ല തടി നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ട്. കാതൽ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ഫോറസ്റ്റിൽ എന്ന് പറഞ്ഞാൽ 60 വർഷം കഴിഞ്ഞാണ് ഇത് ക്ലിയറായിട്ട് മുറിക്കുന്നത്. നാട്ടിൻപുറത്ത് നിൽക്കുമ്പോൾ വണ്ണം കൂടിയാലും അവർ നേരത്തെ മുറിച്ചു വയ്ക്കും. പക്ഷെ അതിന് കാതൽ കുറവായിരിക്കും, കട്ടി കുറവാണ്. പുനലൂർ ടിമ്പർ ഡിവിഷനിലെ ഏറ്റവും വലിയ തടി ഡിപ്പോയാണ് കോന്നി. വീട്ടാവശ്യക്കാർക്ക് പ്രത്യേകം നമ്മൾ ഈ വരുന്ന തോട്ടങ്ങളിൽ നിന്ന് വരുന്ന തടി സെലക്ട് ചെയ്ത് മാറ്റിയിട്ട് ആ സെലക്ട് ചെയ്യുന്ന തടികൾ CCFിൻ്റെ നേതൃത്വമുള്ള ചെയർമാനായിട്ടുള്ള CCF DFOമാർ, ടിമ്പർ സൈൽസ് DFOയും കോന്നി DFOയും ഒക്കെ ചേർന്നിട്ട് ഒരു കമ്മിറ്റിയാണ് വില നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ വീട്ടുകാർക്ക് അത് സെലക്ട് ചെയ്ത് അവരുടെ പാനും പെർമിറ്റും പ്ലാൻ, വീടിൻ്റെ പെർമിറ്റ് പ്ലാന്, ആധാർ, ഇത്രയും രേഖകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അംഗീകരിച്ച് അവർക്ക് ആവശ്യമുള്ള തടികൾ എടുത്തുകൊണ്ട് പോകാം. വീട് നിർമ്മാണത്തിനുള്ള അനുമതിപത്രം, കെട്ടിടത്തിന്റെ പ്ലാൻ, സ്കെച്ച്, തിരിച്ചറിയൽ രേഖ, പാൻ കാർഡ് തുടങ്ങിയ രേഖകളുമായി വേണം തടി ഡിപ്പോയിലെത്താൻ. ഇവിടെ ലേലത്തിലൂടെയാണ് തടി വ്യാപാരികൾക്കുള്ള കച്ചവടം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.